സിനിമാ രംഗത്തെ ലഹരി ഉപയോഗത്തിൽ നിലപാട് കടുപ്പിച്ച് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ. സിനിമാ സെറ്റുകളിൽ ലഹരി ഉപയോഗിക്കുന്നവരെ വിലക്കും. കാരവാനുകളിലെ ലഹരി ഉപയോഗം വിലക്കണമെന്നും കർശന നിർദ്ദേശം. ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കും. കാരവാൻ ഉടമകളുടെ യോഗവും വിളിച്ചു. മിഥുൻ മുരളി ചേരുന്നു. മിഥുൻ, വിവരങ്ങൾ. രോഹിണി, സിനിമാ രംഗത്തെ ലഹരി ഉപയോഗം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ. സിനിമാ സെറ്റുകളിൽ ലഹരി ഉപയോഗിക്കുന്നവരെ വിലക്കുന്നതിന് വേണ്ടി കർശന നിർദ്ദേശങ്ങളാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. കാരവാനുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ലഹരി ഉപയോഗമുണ്ടെന്ന് കാരവാൻ ഉടമകൾ സമ്മതിച്ചിട്ടുണ്ടെന്ന് സിനിമ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ പറയുന്നു. ഇന്ന് ഒരു യോഗം വിളിച്ചിട്ടുണ്ടായിരുന്നു. പല വിഷയങ്ങളാണ് ഈ യോഗത്തിൽ പ്രധാനമായും ചർച്ചയായത്. അതിൽ പ്രധാന വിഷയം സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗം സംബന്ധിച്ചായിരുന്നു. ലഹരി കാരവാനുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ലഹരി ഉപയോഗിക്കുന്നത് തടയുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണം. കൃത്യമായ കർശനമായ നടപടികൾ ഉണ്ടാകുമെന്നാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ കാരവാൻ ഉടമകൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഇത് ലംഘിച്ചാൽ കർശന നടപടി സ്വീകരിക്കും. ലംഘിക്കുന്ന കാരവാനുകളെ സിനിമ സംബന്ധമായ ജോലികളിൽ നിന്നും ഒഴിവാക്കി നിർത്തുന്നതിനുള്ള നടപടികളടക്കം സ്വീകരിച്ചുകൊണ്ട് നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് സിനിമ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ. കാരവാനുകളിൽ സ്റ്റിക്കർ ഒട്ടിച്ചുകൊണ്ട് ഏതൊക്കെ തരത്തിലുള്ള കാരവാനുകളാണ് ഉപയോഗിക്കാൻ പറ്റുക എന്നത് സംബന്ധിച്ചിട്ടുള്ള കൃത്യമായി തിരിച്ചറിയുന്നതിനുള്ള കാര്യങ്ങളും നടപ്പിൽ വരുത്തുമെന്നും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പറയുന്നുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ സംബന്ധിച്ചിട്ടുള്ള ചർച്ചകൾ വ്യാപകമായി ഉയരുമ്പോഴും സമാന്തരമായി സിനിമാ മേഖലയിൽ ലഹരി ഉപയോഗം ഉണ്ടാകുന്നു. ലഹരി ഉപയോഗം തടയേണ്ടത് അത്യാവശ്യമാണ്. മലയാള സിനിമയെ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ലഹരി പിടികൂടിയിരിക്കുകയാണ് എന്നതടക്കമുള്ള ചർച്ചകൾ ഉണ്ടാവുകയും ഈ ചർച്ചകളിൽ കാര്യമായ ഇടപെടലുകൾ സംസ്ഥാന സർക്കാരിന്റെ തലത്തിൽ നിന്ന് ഉണ്ടാകാതെ ഇരിക്കുന്നത് വിമർശനത്തിന് കാരണമാവുകയും ചെയ്തിരുന്നു. ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണമോ അല്ലെങ്കിൽ പരിശോധനകളോ സിനിമാ സെറ്റുകൾ കേന്ദ്രീകരിച്ച് ഉണ്ടാകുന്നില്ല എന്നതായിരുന്നു പ്രധാനമായും വിമർശനമായി ഉയർന്നു വരികയും ചെയ്തത്. ചില കോണുകളിൽ നിന്നും ഇത്തരത്തിൽ മലയാള സിനിമയിൽ ലഹരിയുടെ ഉപയോഗമില്ല, ലഹരി ഉപയോഗിക്കുന്നില്ല, ലഹരി ഉപയോഗിക്കുന്നവർ മലയാള സിനിമയിൽ ഇല്ല എന്നതടക്കമുള്ള കാര്യങ്ങളും വ്യാപകമായി ഉയർന്നു വരികയും ചില കോണുകളിൽ നിന്നും ഉണ്ടാവുകയും ചെയ്തിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ നിലപാട് ഘടിപ്പിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. കൃത്യമായി സിനിമ സെറ്റുകളിൽ ലഹരി ഉപയോഗിക്കുന്നവരെ വിലക്കും. അത് പ്രധാനമായും കാരവാനുകൾ കേന്ദ്രീകരിച്ചാണെന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ഒപ്പം കാരവാൻ ഉടമകളും കണ്ടെത്തിയിരിക്കുന്നു. അല്ലെങ്കിൽ കാരവാൻ ഉടമകൾ ഇങ്ങനെ ലഹരി ഉപയോഗം കാരവാനുകൾ കേന്ദ്രീകരിച്ച് ഉണ്ട് എന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനോട് സമ്മതിക്കുകയും ചെയ്തിരിക്കുന്നു. ഇനി ഇത്തരത്തിലുള്ള നടപടികൾ ഉണ്ടായാൽ അത് ഏത് അഭിനേതാക്കളായാലും മറ്റ് അണിയറ പ്രവർത്തകരായാലും ഏത് ആളുകളായാലും കൃത്യമായ നടപടികളുമായി മുന്നോട്ട് പോകും. നിയമ നടപടികൾക്ക് വിധേയരാകും. പരാതികൾ നൽകും. നാർക്കോട്ടിക് വിഭാഗത്തിനടക്കം പരാതികൾ നൽകിക്കൊണ്ട് അന്വേഷണത്തിന് നിയമപരമായ അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നതിനുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകുമെന്നാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. കൃത്യമായ നിലപാടാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. സിനിമയിലെ ലഹരി ഉപയോഗം തടയുന്നതിനുള്ള കർശനമായ നിലപാടുകൾ സ്വീകരിച്ചിരിക്കുന്നു എന്നത് ഈ ഒരു സമയത്ത് ശ്രദ്ധേയമായ കാര്യം തന്നെയാണ്. രോഹിണി. ശരി, മിഥുൻ മുരളിയാണ് വിവരങ്ങൾ നൽകിയത്.